ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി കൊണ്ടാണ് അടി ഉണ്ടാക്കാൻ ഇറങ്ങുന്നേ. എന്തു പറഞ്ഞാലും മിണ്ടാന്നാ മതിയല്ലോ. രാഹുൽ, നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് 5000 രൂപ അത് ഞാൻ പിന്നീട് അറേഞ്ച് ചെയ്ത് തരാം. അതിൽ കൂടുതൽ പറ്റത്തില്ല. മോനെ കരണേ, 30,000 രൂപ തന്നാൽ നിനക്ക് എവളെയും വണ്ടിയും കൊണ്ട് പോവാം. നീ നേരത്തെ 20 പറഞ്ഞുകൊണ്ടിരുന്നത്. ആണ്, പക്ഷെ ഇപ്പോഴല്ലേ അറിയുന്നത് ഈ വണ്ടിക്ക് ഇൻഷുറൻസും ഇല്ലെന്ന്. കുടുങ്ങാൻ പോകുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ. എടാ, ഈ വണ്ടി കൊടുത്താൽ 30,000 രൂപ കിട്ടത്തില്ലല്ലോ. വണ്ടി വിലയൊന്നും എനിക്ക് അറിയത്തില്ല ഏട്ടാ. 30,000 രൂപ എന്നാൽ വണ്ടി കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ കേസാക്കാം. ഒരു കാര്യം ചെയ്യ്, ഈ വണ്ടി നീ അങ്ങ് എടുത്തോ, എന്നിട്ട് വിറ്റ് പൈസ ആക്കി എന്താ ചെയ്യ്. വണ്ടി കൊണ്ടുവരുന്നത് ഞാൻ സമ്മതിക്കത്തില്ല. നീ ആരാ എന്റെ വണ്ടി കൊണ്ടുപോകാൻ പറയാൻ? എടി, ഇൻഷുറൻസ് ഇല്ല വണ്ടി ഇടിച്ച് ആളെ കൊല്ലാൻ നോക്കിയിട്ട് താളം വിട്ടാണ്ടല്ലോ. ഞാൻ വണ്ടി ഇടിച്ച് ആളെ കൊല്ലാൻ നോക്കിയോ? എന്റെ പൊന്നോ, വായിന്ന് അറിയാതെ വന്നതാ. അവന്മാര് കൊണ്ടുപോയി തിന്നിട്ട്. എടാ വണ്ടി എടുത്തോ. എടാ, വണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. എടി പ്ലീസ്. എടാ, എനിക്ക് വണ്ടി വേണം. അച്ഛന്റെ വണ്ടിയാണത്. എടി, വേറെ വണ്ടി വാങ്ങിച്ചു തരാം. എടാ, എനിക്ക് ആ വണ്ടി തന്നെ വേണം. ആ വണ്ടി ഇല്ലാതെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. എടാ, ഇവളുടെ അച്ഛനെ കാണാൻ വേണ്ടി നമുക്ക് പോകാനുള്ളത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ച് നമുക്ക് ഇവളുടെ അച്ഛനെ പോയി കാണാൻ പറ്റുമോ? ആ വണ്ടി നീ തിരിച്ച് വാങ്ങിത്തരാൻ ഞാൻ വീട്ടിലോട്ട് പോകത്തില്ല.